അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി തരട്ടെ. പടച്ചോനെ, ഞങ്ങൾ നിന്റെ ഈ വചനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പടച്ചോനെ ഞങ്ങൾക്ക് നല്ല ഈമാനുണ്ട്, ഉറപ്പുണ്ട്, ഇതൊക്കെ വരും. പക്ഷേ പലപ്പോഴും മാനുഷികമായിട്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നീ ഞങ്ങളോട് പൊരുത്തപ്പെടണം റഹ്മാനെ, നീ പൊരുത്തപ്പെടണം റഹ്മാനെ. എല്ലാ പോരായ്മകളും നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഇനി നോക്ക് നിങ്ങൾ, പുനരുത്ഥാനം അതങ്ങ് കഴിഞ്ഞിട്ട് ഖാലൂ, അവര് ചോദിക്കാണ്, റബ്ബിലേക്കോടി വരും അശ്റാ മരുഭൂമിയിൽ. എന്നിട്ടതാ പരിചയക്കാരൊക്കെ കാണുന്നു. അന്ന് സംവാദം നടത്തി മലർത്തിയടിച്ച കൂട്ടുകാരുണ്ട്. പരലോകം നടക്കുവോ നടക്കൂലേ? അങ്ങനെ സംവാദം നടത്തിയിട്ടൊരു പക്ഷേ നടക്കൂല എന്ന് പറഞ്ഞവൻ ജയിച്ചിട്ടുണ്ടാവാം. അവനൊക്കെ ഉണ്ട് അവിടെ. ഇപ്പൊ എങ്ങനെ ഉണ്ടടാ? മറ്റവൻ പറയും, അന്ന് സംവാദത്തിൽ ജയിച്ചത് ഞാനാണെങ്കിലും മോനെ ജയിച്ചത് നീയാ എന്ന് പറയുന്ന ഘട്ടമാണത്. അവിടെ അതാ തോറ്റയാളോട് പറയുന്നു, നീ പറഞ്ഞതായിരുന്നു ശരി, ഞാൻ എന്റെ വാചാലത കൊണ്ട് തൽക്കാലം നേടി, ശരിയാ. പക്ഷേ സംഗതി ഇതാ നടന്നിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ഇവരെല്ലാവരും പരസ്പരം പറയാണ്, ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. കണ്ടോ? യാ വൈലനാ, നമ്മുടെ നഷ്ടമേ, നമ്മുടെ ഖേദമേ, നമ്മുടെ സങ്കടപ്പാടേ. മമ്പഴസൻ, ആരാ നമ്മളെ വിളിച്ചുണർത്തിയത്? മിൻ മർഖദിന, നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്ന കേന്ദ്രത്തിൽ നിന്ന്, ഉറക്കറയിൽ നിന്ന് നമ്മളെ ആരാ വിളിച്ചുണർത്തിയത്? ഇവരെ ഉറങ്ങുകയായിരുന്നു ഇതുവരെ ഖബറിൽ. ഇത്ര സുഖമായിരുന്നു ഖബർ. ഉറക്കറ എന്ന് പറയുമ്പോൾ നല്ല സുഖമുള്ള കേന്ദ്രമല്ലേ? ഉറങ്ങാൻ എന്തൊരു സുഖ, ഉറങ്ങാൻ നമുക്ക് എന്തൊരു സുഖ. ഉറക്കറയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചത് ആരാന്നാ ചോദിക്കുന്നത്? മിൻ മർഖദിന. ഇമാം റാസി പറഞ്ഞു, അതിന്റെ അർത്ഥം ഖബർ ശിക്ഷയില്ല എന്നല്ല. പക്ഷേ അതെന്താ സംഭവം എന്നറിയാം? ഖബറിൽ കിടക്കുന്നെന്ന് ഖബറിൽ അദാബ് തന്നെ എടുക്കാൻ മാത്രമുണ്ട്. പക്ഷെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുമ്പ് കണ്ടത് അതിലേറെ വലിയതാ. അപ്പൊ അത് ഉറക്കറയായിട്ട് തോന്നുകയാണ്. അതാണ് ശരി. വലിയ കഷ്ടപ്പാട് വരുമ്പോൾ ചെറിയ കഷ്ടപ്പാടൊക്കെ സുഖലോക അനുഭവമായിട്ട് തോന്നും നമുക്ക്. അതൊക്കെ സാധാരണ ഉള്ളതാ. അപ്പൊ അതേ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത്. ഖബറിൽ കിടക്കുമ്പോൾ ഖബറത്തെ അദാബ് ഒന്ന് തീർന്നിട്ടാൻ വേണ്ടി വല്ലാതെ വിഷമിച്ചു. എന്നാൽ ഖബറിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴോ അത് മതിയായിരുന്നു എന്ന് തോന്നുകയാണ്. കാരണം അതിലും വലുതാ അപ്പൊ കണ്ടത്. അപ്പൊ അതോ നല്ല ഉറക്കറയായി തോന്നുകയാണ്. മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് എന്റെ രക്ഷിതാവെന്നോട് വാഗ്ദാനം ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതായിരുന്നു. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പടച്ചറബ് വാഗ്ദാനം ചെയ്തതായിരുന്നു. വസദഖൽ മുർസലൂൻ, ഈ സന്ദേശം നമുക്ക് കേൾപ്പിച്ചു തന്ന പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് സത്യമായിരുന്നു. ആരാ പറയണത്? മുഅ്മിനീങ്ങളും പറയും, കാഫിരീങ്ങളും പറയും. ഏതോ ഒരു വിഭാഗം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്, 2 വിഭാഗം പറയുന്നു പറഞ്ഞവരുണ്ട്. 2 വിഭാഗം പറയാം. മെന്റാലിറ്റി മാറിയാൽ മതി, മാനസികാവസ്ഥ മാറിയാൽ മതി. മുഅ്മിനീങ്ങൾ എങ്ങനെയാ പറയാ? ഹെടാ, ആരെ നമ്മൾ ഉണർത്തിയതെന്ന് വെക്കുമ്പോൾ മുഅ്മിനീങ്ങൾ അതിന് മറുപടി, ഇത് അള്ളാഹു വാഗ്ദാനം ചെയ്തല്ലേ, ഇതല്ലേ അന്ന് നമ്മൾ മസ്ജിദുൽ ഫത്ഹിൽ നിന്ന് കേട്ടത്, ഇങ്ങനെയൊക്കെ എഴുന്നേൽക്കുന്ന അന്ന് കേട്ടു, നമ്മളത് വിശ്വസിച്ചു, നമ്മളെ ജീവിതമൊക്കെ ഒന്ന് തിരുത്തി, നമ്മൾ നിസ്കരിച്ചു, നോമ്പ് വച്ചു, ഖുർആൻ ഓതി, നല്ല മട്ടത്തിൽ നടന്നു, സലാമത്തായില്ലേ? അതുകൊണ്ട് സന്തോഷത്തോടെ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് ശരിയായിരുന്നു. പ്രവാചകന്മാർ നേരിട്ട് കേൾപ്പിച്ചവർ, പ്രവാചകന്മാർ കേൾപ്പിച്ച സന്ദേശങ്ങൾ കേൾപ്പിച്ചു തന്നവർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ അവർ പറഞ്ഞ സന്ദേശങ്ങളാണ് നമ്മൾ ഇന്ന് കേൾപ്പിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്, പ്രഭാഷണങ്ങളിലൂടെ കേൾപ്പിക്കുന്നത് പ്രവാചകന്മാർ അന്ന് തന്ന സന്ദേശം. അപ്പൊ പ്രവാചകന്മാരുടെ പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ സന്ദേശം നമ്മൾ കേൾക്കുന്നത് അവരിൽ നിന്നാണ്. ഏതായാലും അന്ന് നമ്മൾ പറഞ്ഞു അതൊക്കെ വെറുതെ പച്ചക്കള്ളം പറയാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തുമ്പോൾ പറയും വസദഖൽ മുർസലൂൻ, പ്രബോധകരൊക്കെ പറഞ്ഞിരുന്നത് സത്യമായിരുന്നു. പ്രവാചകന്മാർ അന്ന് നമ്മളെ കേൾപ്പിച്ചിരുന്നത് സത്യമായിരുന്നു. അവിടുന്ന് പറയും ശരിക്കും ഈമാനാകും. ഇവിടുന്ന് നമുക്ക് സംശയം കൊണ്ട് സംശയം, പക്ഷെ അവിടെ എത്തുമ്പോൾ ശരിക്കും ബോധ്യപ്പെടും. അപ്പൊ ഏതാട്ടെ, നല്ല ജനങ്ങൾ സന്തോഷത്തോടെ പറയും നമ്മളന്ന് രക്ഷപ്പെട്ടടാ, ഒരു പറഞ്ഞത് ശരിയായിരുന്നു, ശരിയായിരുന്നു, ദരിദ്ര തെറ്റാന്ന് വിശ്വസിച്ച് അല്ല, ശരിയായിരുന്നു എന്ന് പറഞ്ഞത് നേരത്തെ വിശ്വസിക്കുന്നതിന് ഒന്നും കൂടെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശരിയായിരുന്നടാ, അതുകൊണ്ട് സലാമത്തായി. മറ്റോലോ അയ്യടാ എന്ന ഭാഷയിലാണ് അത് പറയുന്നത്. ഹാദാ മാ വഅദ റഹ്മാൻ, അന്ന് നമ്മൾ വയല് കേട്ടപ്പോൾ അതിനെ കുതിരയാക്കി, അന്ന് നമ്മൾ മുഅ്മിനീങ്ങളെ പരിഹസിച്ചു, അന്ന് നമ്മൾ യുക്തിവാദവും അതുപോലെ തന്നെ നമ്മൾ നിരീശ്വരവാദവും ഒക്കെ ആയിട്ട് നടന്നു. ഇപ്പൊ ഇതാ നമ്മുടെ മുമ്പിൽ ഇത് വന്നെത്തിയിരിക്കുന്നു. ഹാദാ മാ വഅദ റഹ്മാൻ, ഇതായിരുന്നു അവിടുന്ന് കേട്ടീനെ വയല്.
വസദഖൽ മുർസലൂൻ. ഓല് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പെട്ടില്ലേ? അങ്ങനെയാണ് അവരതിനെ വിലയിരുത്തുന്നത്. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പുനരുത്ഥാനം നടക്കും തീർച്ചയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഈ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ഇനി ആ ഭാഗവും കൂടെ നമുക്ക് കേൾപ്പിക്കണം. അതും കൂടെ കേൾപ്പിക്കുമ്പോഴേ ഇത് പൂർണ്ണമാവും. സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ, സുമ്മ ഇന്നകും, പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ, അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ, അല്ലയോ വഴിപിടച്ചു നടന്ന റൗഡികളെ, പരലോകത്തെ നിഷേധിച്ചു നടന്നവരെ അള്ളാഹു വിളിക്കുന്നു. വല്ലാത്ത കടുപ്പുള്ള വിളി. ഓ റൗഡികളെ, അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. ഇവിടെ നമുക്ക് അതൊരു പുതുമയില്ല, എത്ര കേട്ടാലും പുതുമല്ല. ഇത് അല്ലാഹ് പറയാണ്, എന്നോടാ പറയണത്, നിങ്ങളോടാ പറയണത്. എത്ര പറഞ്ഞാലും നന്നാവാത്തവനെ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം വൃക്ഷം തിന്നുക തന്നെ ചെയ്യേണ്ടി വരും. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം വൃക്ഷം തിന്നുക തന്നെ ചെയ്യേണ്ടി വരും. സഖൂം വൃക്ഷം തിന്നേണ്ടി വരും. എന്താ ഈ സഖൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ? സഖൂം വൃക്ഷം, സഖൂം വൃക്ഷം വലിയ അപകടം നിറഞ്ഞ ഒരു മരമാണ്. അത് മുളച്ചു പൊങ്ങുന്നത് നരകത്തിലാണ്. നരകത്തിൽ മുളച്ചു പൊങ്ങുന്ന ഒരു പഴമാണ് സഖൂം വൃക്ഷം, ഒരു മരമാണ് സഖൂം വൃക്ഷം. അത് മുളച്ചു പൊങ്ങുന്നത് തന്നെ നരകത്തിൽ. അല്ലാഹു തആല സൂറത്തു സാഫാത്തിയിലായിരിക്കും ആ വിഷയം പറഞ്ഞതായിട്ട് കാണാം. അദാലിക ഖൈറുൻ നുസുലൻ അം ശജറത്തു സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം ത്വൽഉഹാ കഅന്നഹു റൂസു ശയാത്തീൻ ഫഇന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുതൂൻ സുമ്മ ഇന്ന ലഹും അലൈഹാ ലശൗബൻ മിൻ ഹമീം സുമ്മ ഇന്ന മർജിഅഹും ലഇലൽ ജഹീം. സുബ്ഹാനല്ലാഹ്. ഈ മരം നാളെ നരകത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണവും വെള്ളമാണ് ഇഞ്ഞ് പറയണത്. കുടിക്കാൻ കിട്ടുന്ന വെള്ളം, നേരത്തെ പറഞ്ഞത് നിൽക്കണ വെള്ളം, നമ്മൾ നിലകൊള്ളുന്ന വെള്ളത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇനി കുടിക്കാൻ കിട്ടുന്ന വെള്ളം, ആ ചുടുവെള്ളം കോരിയിട്ടാണ് കുടിക്കാൻ തരിക. അത് ഇൻഷാ അല്ലാഹ് പറയാം. അതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതാണ് ആദ്യം ഭക്ഷണമാണ്. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾക്ക് സഖൂം വൃക്ഷം തീറ്റിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ കൊണ്ട് തീറ്റിപ്പിക്കും, നിങ്ങൾ തിന്നേണ്ടി വരും. സഖൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് മുളച്ചു പൊങ്ങുന്നത് നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, അത് നരകത്തിന്റെ അടിത്തട്ടിലാണ് മുളച്ചു പൊങ്ങുന്നത്. ത്വൽഉഹാ കഅന്നഹു റൂസ്